അങ്ങനെ ചരിത്രത്തിൽ കാര്യമായ മാറ്റങ്ങളൊന്നുമില്ലാതെ IPLന്റെ ആദ്യ മത്സരം നീങ്ങിയിരിക്കുകയാണ്. ചെന്നൈ സൂപ്പർ കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ 4 വിക്കറ്റിന് പരാജയപ്പെടുത്തിക്കൊണ്ട് IPL 2025 ക്യാമ്പയിൻ ആരംഭിച്ചിരിക്കുകയാണ്. ആദ്യം ബാറ്റ് ചെയ്ത മുംബൈ ഇന്ത്യൻസ് നേടിയത് 155 റൺസായിരുന്നെങ്കിൽ മറുപടി ബാറ്റിംഗിൽ 5 പന്തുകൾ ബാക്കി നിർത്തിയാണ് ചെന്നൈ ലക്ഷ്യം മറികടന്നത്. ചെന്നൈക്ക് വേണ്ടി രച്ചിൻ രവീന്ദ്രയും ഋതുരാജ് ഗെയ്ക്വാഡും അർദ്ധ സെഞ്ചുറി നേടിയപ്പോൾ മുംബൈ ഇന്ത്യൻസിൽ കാര്യമായ ബാറ്റിംഗ് മാറ്റങ്ങളൊന്നും സംഭവിച്ചില്ല. ചെന്നൈ ബോളിംഗിൽ നൂർ അഹമ്മദ് 4 ഓവറിൽ 18 റൺസ് മാത്രം വിട്ടുകൊടുത്ത് 4 വിക്കറ്റുകളാണ് സ്വന്തമാക്കിയത്. ഖലീൽ അഹമ്മദ് 3ഉം അശ്വിൻ 1 വിക്കറ്റും നേടി. എന്നാൽ ചെന്നൈ ബാറ്റിംഗ് അത്ര നിസ്സാരമാക്കാതിരുന്നത് ഒരു മലയാളി താരം കാരണമാണ്. IPLന്റെ ആദ്യ മത്സരം കളിച്ച വിഘ്നേഷ് പുത്തൂർ 4 ഓവറിൽ 32 റൺസ് മാത്രം വിട്ടുകൊടുത്ത് 3 വിക്കറ്റാണ് സ്വന്തമാക്കിയത്. ദീപക് ചഹറും വിൽ ജാക്സും ഓരോ വിക്കറ്റ് വീതം നേടി. ഏകപക്ഷീയമായ വിജയമായിരുന്നുവെങ്കിലും ചെന്നൈ ആ ലക്ഷ്യം മറികടക്കാൻ അവസാന ഓവറുകളിൽ ഒരുപാട് കഷ്ടപ്പെട്ടു. കാരണം വിഘ്നേഷ് പുത്തൂറിന്റെ സ്പെല്ല് മത്സരത്തിൽ ഏറെ നിർണായകമായി. ഋതുരാജ് ഗെയ്ക്വാഡ്, ശിവം ദുബെ, ദീപക് കൂഡ് എന്നിവരുടെ നിർണായക വിക്കറ്റുകളാണ് വിഘ്നേഷ് പുത്തൂർ സ്വന്തമാക്കിയത്. രോഹിത് ശർമ്മയ്ക്ക് പകരം ഇമ്പാക്ട് സബായാണ് വിഘ്നേഷ് ടീമിലേക്ക് എത്തിയത്. അതിനുശേഷമാണ് അതിഗംഭീര പ്രകടനം കാഴ്ചവെച്ചത്. ടോസ് ലഭിച്ച് ആദ്യം ബൗൾ ചെയ്യാനുള്ള ചെന്നൈയുടെ തീരുമാനം ശരിവെക്കുന്ന രീതിയിൽ തുടങ്ങാൻ സാധിച്ചു. രോഹിത് ശർമ്മയെ 0-ന് മടക്കിക്കൊണ്ട് മത്സരത്തിൽ ആദ്യത്തെ ബ്രേക്ക് തുറ നൽകി. പിന്നാലെ റയാൻ റിക്കിൾട്ടൺ, വിൽ ജാക്സ് എന്നിവരുടെ വിക്കറ്റുകൾ അതിവേഗം നേടിയത് മുംബൈയെ കാര്യമായ സമ്മർദ്ദത്തിലാക്കി. തിലക് വർമ്മ, സൂര്യകുമാർ യാദവ് കൂട്ടുകെട്ട് മുംബൈയെ രക്ഷിക്കുമെന്ന് വിചാരിച്ചെങ്കിലും ധോണിയുടെ മിന്നൽ സ്റ്റമ്പിംഗ് ആണ് അതിലേറെ നിർണായകമായത്. പിന്നാലെ വന്ന ആദ്യ മത്സരം കളിച്ച റോബിൻ മിൻസ് കാര്യമായൊന്നും ചെയ്യാനായില്ല. നമന്ദീർ, മിച്ചൽ സാഡ്നർ, ദീപക് ചഹർ എന്നിവരുടെ ഇന്നിംഗ്സാണ് മുംബൈയെ 150 കടത്തിയത്. 15 പന്തിൽ 2 4ഉം 2 6ഉം അടങ്ങുന്നതായിരുന്നു ദീപക് ചഹറിന്റെ ഇന്നിംഗ്സ്. മറുപടി ബാറ്റിംഗിൽ ആദ്യത്തെ വിക്കറ്റ് രാഹുൽ ത്രിപാഠിയെ നേടാൻ അതിവേഗം മുംബൈക്ക് സാധിച്ചെങ്കിലും പിന്നാലെ ഇടവേളകളുടെ വിക്കറ്റ് വീഴ്ചകൾ മാത്രമാണ് ചെന്നൈയെ സമ്മർദ്ദത്തിലാക്കിയത്. എന്നാൽ വിഘ്നേഷ് പുത്തൂറിന്റെ സ്പെല്ല് ശരിക്കും ചെന്നൈയെ ഞെട്ടിച്ചു. മുംബൈ ബോളിംഗിൽ 16 ഓവറുകളാണ് സ്പിന്നർമാർ കയ്യെറിഞ്ഞത്. ട്രെന്റ് ബോൾട്ട് 3ഉം ദീപക് ചഹർ 2 ഓവറുമാണ് എറിഞ്ഞത്. സത്യനാരായണ രാജു 1ഉം മിച്ചൽ സാഡ്നർ 2 ഓവറും വിൽ ജാക്സ് 4ഉം വിഘ്നേഷ് പുത്തൂർ 4ഉം നമന്ദിർ 3 ഓവറുകളുമാണ് എറിഞ്ഞത്. MS ധോണി മത്സരത്തിൽ നോട്ട് ഔട്ടായി നിന്നതും ആരാധകരെ ആവേശത്തിലാക്കി.